നവരാത്രിയുടെ 8-ാം ദിവസം നവദുർഗമാരിൽ മഹാഗൗരിയാണ് ആരാധിക്കുന്നത്. ഗിരിയുടെ അഥവാ പർവ്വതത്തിൻ്റെ പുത്രി, അല്ലെങ്കിൽ ഗൗരവർണം എന്നാൽ വെളുപ്പ് എന്ന അർത്ഥമുണ്ട്. അങ്ങനെ വെളുത്ത വർണ്ണത്തിലുള്ള ദേവി, ഇങ്ങനെയും അർത്ഥമെടുക്കാം. ശ്വേതാംബരധര എന്ന പേരും ദേവിക്കുണ്ട്. സ്വർണവും വെള്ളയും ചേർന്ന നിറമാണ് മഹാഗൗരി ഭാവത്തിനുള്ളത്. വെളുത്ത പൂക്കൾ കൊണ്ടുള്ള ആഭരണങ്ങളും വെള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് വെളുത്ത നിറത്തിലുള്ള കാളമേൽ ഇരിക്കുന്നതാണ് ദേവിയുടെ ഭാവം. 4 കൈകളോട് കൂടിയതാണ് ദേവി. ദേവി വളരെ ശാന്തമായ ഭാവമാണ്. ഏറെ പ്രസന്നമായ രൂപത്തോടും ഭാവത്തോടും കൂടിയ ദേവിയുടെ വാഹനം കാളയാണ്. ശ്രീ പാർവതി ദേവിയുടെ യഥാർത്ഥ രൂപം അതാണ് മഹാഗൗരി ദേവി. ദേവി ചതുർബാഹുവാണ്. 4 തൃക്കരങ്ങളിലായി അഭയവരമുദ്രകളും കൂടാതെ ത്രിശൂലവും ഡമരുവും ദേവി ധരിച്ചിട്ടുണ്ട്. മഹാനവമിയുടെ 8-ാം ദിവസം, അതായത് മഹാദുർഗാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ ദിവസം വ്രതമെടുത്ത് ദേവിയെ ആരാധിച്ചാൽ എല്ലാ പാപങ്ങളും നീങ്ങി ജീവിതം ഐശ്വര്യപൂർണ്ണമാകും. രാഹുവിൻ്റെ ദേവതയാണ് മഹാഗൗരി ദേവി. രാഹുദോഷങ്ങൾ ഉള്ളവർക്ക് ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കാം. ശ്രീ പാർവതി ദേവി മഹാദേവനോടുകൂടി വളരെ സംപ്രീതിയായി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന രൂപത്തിലാണ് മഹാഗൗരിയായി വർത്തിക്കുന്നത്. നവരാത്രി 8-ാം ദിവസം മഹാഗൗരിയെ പ്രാർത്ഥിക്കുന്നത് ദീർഘമാംഗല്യത്തിനും ദീർഘസുമംഗലി യോഗത്തിനും വളരെ വിശേഷമാണ്. മഹാഗൗരി പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. ദേവിയുടെ സാത്വിക ഭാവമാണ് മഹാഗൗരി. നവരാത്രിയിൽ അന്നപൂർണേശ്വരിയായ പാർവതിയുടെ മഹാഗൗരി ഭാവമാണ് 8-ാം ദിവസം ആരാധിക്കുന്നത്. നവദുർഗമാരിൽ അതിസുന്ദരിയായ ദേവിയാണ് മഹാഗൗരി. ശുംഭനിശുംഭന്മാർ ബ്രഹ്മാവിൽ നിന്നും ദേവന്മാരോ അസുരന്മാരോ മനുഷ്യരോ തങ്ങളെ വധിക്കാൻ പാടില്ലെന്നും ഒരു സ്ത്രീ മാത്രമേ തങ്ങളെ വധിക്കാൻ പാടുള്ളൂ എന്ന ഒരു വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദേവി അവതരിച്ചത്. ശുംഭനിശുംഭന്മാരുടെ പ്രതിനിധിയായി രക്തബീജൻ എന്ന അസുരൻ വന്നപ്പോൾ ആ രക്തബീജനെ വധിക്കാൻ വേണ്ടി ദേവി കാളരാത്രി എന്ന ഘോരരൂപം ധരിച്ചാണല്ലോ വന്നത്. അതിക്രൂരമായ ആ ദൗത്യം ചെയ്തതിനു ശേഷം ദേവിയുടെ ശരീരത്തിലെ തൊലി മുഴുവൻ കറുത്തിരുണ്ടുപോയി. അങ്ങനെ ഇരുണ്ട നിറത്തിൽ ദേവി കൈലാസത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ മഹാദേവൻ ദേവിയെ കാളി എന്ന് സ്നേഹത്തോടെയാണ് വിളിച്ചതെങ്കിലും ഇത് കേട്ട ദേവിക്ക് സങ്കടമായി. ദേവി വിചാരിച്ചു ഭഗവാൻ തന്നെ കളിയാക്കിയതാണ് എന്ന്. അങ്ങനെ ദേവി ഭഗവാനോട് പിണങ്ങി കാട്ടിലേക്ക് പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ദേവിയുടെ കഠിന തപസ്സിൽ പ്രസന്നനായ ബ്രഹ്മദേവൻ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മാനസ സരോവരിൽ പോയി സ്നാനം ചെയ്യാൻ പറഞ്ഞു. ദേവി ബ്രഹ്മദേവൻ പറഞ്ഞതുപോലെ മാനസ സരോവരിൽ പോയി സ്നാനം ചെയ്തപ്പോൾ ദേവിക്ക് തൻ്റെ വെളുപ്പ് നിറവും സൗന്ദര്യവും തിരിച്ചു കിട്ടി. ധാരാളം അസുരന്മാരെ നിഗ്രഹിച്ചപ്പോൾ അതിൻ്റെ അഴുക്ക് തൻ്റെ ശരീരത്തിൽ വ്യാപിച്ചിട്ടാണ് ദേവിക്ക് കറുത്ത നിറം വന്നത്. പിന്നെ ദേവി പുണ്യസ്നാനം ചെയ്തപ്പോൾ ദേവിക്ക് തൻ്റെ പഴയ സൗന്ദര്യവും നിറവും തിരിച്ചു കിട്ടി. അങ്ങനെ ദേവിക്ക് മഹാഗൗരി എന്ന പേരും ലഭിച്ചു. തൂവെള്ള നിറത്തിലായി ദേവി പിന്നീട്. പാർവതി ദേവിയെ മഹാഗൗരി സ്വരൂപത്തിൽ ആരാധിക്കുന്ന ഭക്തരെ ദേവി മോക്ഷം നൽകി അനുഗ്രഹിക്കുന്നു. കാളീദേവിയിൽ നിന്നും മഹാഗൗരിയിലേക്കുള്ള പരിവർത്തനം, അതായത് കാളീദേവി കറുത്തവളും മഹാഗൗരി തൂവെള്ള നിറത്തിലുള്ളവളുമാണ്. എന്നുവെച്ചാൽ കറുപ്പ് എപ്പോഴും തിന്മയെയും വെളുപ്പ് നല്ലതിനെയും ആണല്ലോ സൂചിപ്പിക്കുന്നത്. അതായത് കറുത്തുരുണ്ട ജീവിതങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ നിന്നും വെളുത്ത് സുന്ദരമായ പവിത്രതയിലേക്ക് എങ്ങനെയാണ് ദേവീ സാധനയിലൂടെ നമുക്ക് എത്താൻ സാധിക്കുക എന്നാണ് ഈ മഹാഗൗരി എന്ന അവതാരം നമുക്ക് കാണിച്ചു തരുന്നത്.
വെണ്മയുടെ തിളക്കത്തെ കാണിക്കുന്ന ദുർഗാഷ്ടമിയാണ് ദേവിയുടെ രൂപം എന്ന് പറയുന്നത്. തൻ്റെ ഭക്തൻ്റെ ഏത് തരത്തിലുള്ള ദുഃഖങ്ങളും മാറ്റിത്തരുന്ന ദേവിയാണ് മഹാഗൗരി ദേവി. മഹാഗൗരി ദേവിയെ ധ്യാനിക്കേണ്ട മന്ത്രമിതാണ്: ശ്വേതേ വൃഷേ സമാരൂഢ ശ്വേതാംബരധര ശുചി മഹാദേവി ശുഭം ദദ്യ മഹാദേവ പ്രമോദത. വെളുത്ത നിറത്തിലുള്ളവളും കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്നവളും വെളുത്ത വസ്ത്രം ധരിച്ചവളും ആയ അങ്ങ് എനിക്ക് ഐശ്വര്യങ്ങൾ നൽകണമേ. മഹേശ്വരനെ പ്രീതിപ്പെടുത്തുന്ന ദേവിയെ ഞാൻ വണങ്ങുന്നു.